കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന് മന്ത്രിസഭ എടുക്കാൻ പോകുന്നു. സംസ്ഥാനത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് അനുമതി നൽകാൻ പോകുന്നു. മന്ത്രിസഭാ യോഗം എന്ന് പരിഗണിക്കും. വളരെ കാലമായി കേരളത്തിൽ ചർച്ചയിലുള്ള ഒരു കാര്യമാണ്. ഓക്സ്ഫോർഡും അതുപോലുള്ള വിദേശ സർവകലാശാലകളും കേംബ്രിഡ്ജും ഒക്കെ കേരളത്തിൽ വരാൻ ഉള്ള സാധ്യത തെളിയുന്ന ഒരു തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം എടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ്. നമ്മൾ എത്രയോ കുട്ടികൾ വിദേശ നാടുകളിൽ പോയി ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രമുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. എന്തായാലും അജണ്ടയിൽ ഈ വിഷയമുണ്ട്. കിബി റോഡുകളുടെ യൂസർ ഫീ ബില്ലും നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ വരുമെന്ന് സൂചനയുണ്ട്. എന്തായാലും ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി മന്ത്രിസഭാ യോഗത്തിൽ വരുന്ന പശ്ചാത്തലത്തിൽ ഷെവീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷെവീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷെവീദ്, യഥാർത്ഥത്തിൽ സ്വകാര്യ സർവകലാശാല എത്രയോ സമരങ്ങളൊക്കെ ഈ സ്വാശ്രയത്തിനൊക്കെ നടത്തിയവർ തന്നെ ഇത് കൊണ്ടുവരുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ മറ്റൊരു ഐറണിയായി മാറാം. എന്നാൽ നല്ല കാര്യമാണ് അവർ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലങ്ങളായിട്ടുള്ള ആലോചനയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു നീക്കമായി കൂടി നമുക്കിതിരെ കാണാൻ കഴിയും. അങ്ങനെ സ്വകാര്യ സർവകലാശാല ബില്ല് അതിന് മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വരികയാണ്. മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വരികയാണ്. CPIM നേരത്തെ തന്നെ രാഷ്ട്രീയ അനുമതി കൊടുത്തൊരു വിഷയം കൂടിയാണിതെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നേതായാലും ബില്ല് പരിഗണനയിൽ വരുമ്പോൾ SC/ST വിഭാഗങ്ങൾക്ക് സംവരണത്തിന് വ്യവസ്ഥ ഉണ്ടാകും എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അടക്കം നടത്താനുള്ള അവകാശത്തോടു കൂടിയാണ് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് അനുവദിക്കുക എന്നുള്ളതും ഒരു വിവരമാണ്. അധ്യാപകർക്കായി സർക്കാർ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കും. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും സ്വകാര്യ സർവകലാശാലകൾ നടക്കുക, അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടപ്പിലാവുക. ഏതായാലും ആ വിഷയത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം എന്തൊക്കെ കാര്യത്തിൽ അനുമതി, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസൈൻ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. മറ്റൊന്ന് സ്കെൻ നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൗതുകത്തോടെ കേട്ടൊരു കാര്യമാണ്. അത് സംസ്ഥാനത്തെ കിഫ്ബി റോഡുകളിൽ ടോൾ അഥവാ യൂസർ ഫീ എന്നുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ്. ഇന്നത്തെ അജണ്ടയിൽ അതില്ല. സംസ്ഥാനത്ത് കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാനുള്ളത് അജണ്ടയിലില്ല. പക്ഷേ ബില്ല് സഭയുടെ നടപ്പ് സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി ബിൽ വരാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. കാരണം ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും LDF കൺവീനർ ആണെങ്കിലും ഇവരൊക്കെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചില ആലോചനകൾ നടക്കുന്നു എന്നുള്ള സൂചനകൾ തന്നിരുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ ആ വിഷയത്തിൽ പറഞ്ഞത് കിഫ്ബിയുടെ ധനസമാഹരണം അത് അത്യാവശ്യമാണ്, അതിനുള്ള ചില സാധ്യതകളൊക്കെ സർക്കാർ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ വിഷയവും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വന്നേക്കാം. 15 കിലോമീറ്ററിലധികം കിഫ്ബി റോഡുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് യൂസർ ഫീ ഈടാക്കാനുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. മറ്റൊരു കാര്യം എലപ്പുള്ളി ഡിസ്റ്റിലറി വിഷയമാണ്. അതും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. CPM-നെ സംബന്ധിച്ച് മുന്നണിക്കുള്ളിൽ നിന്ന് വലിയ തരത്തിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ ഡിസ്റ്റിലറി വിവാദം. കഴിഞ്ഞ ദിവസം RJD-യും CPI-യും ഒക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ അത് അനുവദിക്കാൻ കഴിയില്ല. അക്കാര്യത്തെ മുന്നണി യോഗത്തിൽ കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് വെക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. മുന്നണി യോഗം ചേരും എന്നുള്ളത് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ആ വിഷയം വരുമ്പോൾ ഇനി എങ്ങനെ അക്കാര്യത്തിലെ തുടർ നീക്കം എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും. ഏതായാലും വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ക്യാബിനറ്റിൽ വരുന്നുണ്ട്. സ്കെൻ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന ഷെവീദ് റാവുത്തറാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് അവതരിപ്പിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. വിദേശ നാട്ടിലുള്ള സർവകലാശാലകൾ വരണം. അപ്പോൾ ഈ സർവകലാശാലകൾക്ക് ഉന്നതമായ നിലവാരമുണ്ടാകണം. നമ്മുടെ കുട്ടികളൊക്കെ ഈ കലാശാലയിൽ പഠിച്ച് വിദേശ നാടുകളിലൊക്കെ ജോലി തേടി പോകുമ്പോൾ അവർ നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നവരാകണം, നല്ല കാര്യക്ഷമത ഉള്ളവരാകണം. ഇതൊക്കെ അവരെ പടച്ചുവിടാൻ ഈ യൂണിവേഴ്സിറ്റി കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം.